1000-ലേറെ മാസം പ്രതിഫലമുള്ള മഹത്തായ ലൈലത്തുൽ ഖദ്റിനെ അറിയിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറപ്പെടുകയാണ്. ഫതലാഹ റജുലാനി മിനൽ മുസ്ലിമീന. അപ്പോൾ പള്ളിയുടെ പുറത്തു ഭാഗത്ത് മുസ്ലിമീങ്ങളിൽ നിന്ന് രണ്ടാളുകൾ പരസ്പരം തർക്കിക്കുകയും തമ്മിൽ അസഭ്യം പറയുകയാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞു, ഖറജ്തു ലിഉഖ്ബിറകും ബിലൈലത്തുൽ ഖദ്ർ ഫതലാഹ റജുലാനി ഫുലാനും വഫുലാനും. നിങ്ങൾക്ക് ലൈലത്തുൽ ഖദ്ർ എന്ന മഹത്തായ രാത്രിയെ പറഞ്ഞു തരാൻ വേണ്ടി വരുമ്പോൾ അതാ അവിടെ രണ്ടാൾ പിണങ്ങുകയാണ്. ഫറുഫിഅത്. ആ ലൈലത്തുൽ ഖദ്ർ എന്നാണ് എന്ന് അതിന്റെ അറിവിനെപ്പറ്റി അല്ലാഹു തആല ഉയർത്തിക്കളയുകയാണ്. വഅസ അൻ യകൂന ഖൈറൻ ലക്കും ഫൽതമിസുഹാ ഫിത്താസിയത്തി വസ്സാബിയത്തി വൽ ഖാമിസ. അതുകൊണ്ട് നിങ്ങൾ റമളാനിലെ അവസാനത്തെ 10-ന്റെ 9-ഉം 7-ഉം 5-ഉം അഥവാ 29, 27, 25 രാത്രികളിൽ പ്രതീക്ഷിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. മയ്യക്കും ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ലൈലത്തുൽ ഖദ്രിൽ ഒരാൾ നല്ല വിശ്വാസത്തോടെയും അല്ലാഹുവിങ്കലിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് റമളാനിൽ രാത്രിയിൽ തറാവീഹ് നിസ്കരിച്ചാൽ അവന്റെ കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളെയും പൊറുക്കുകയാണ്. ലൈലത്തുൽ ഖദ്ർ എന്നുള്ള മഹത്തായ രാത്രി അതിന്റെ അറിവ് നഷ്ടപ്പെടാനുള്ള ഏറ്റവും വലിയ കാരണം തന്നെ ഇണക്കങ്ങളാണ്, തർക്കങ്ങളാണ് എന്ന് നമ്മെ ഈ സംഭവം പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്.